എവ്രി വൺ, റോഹക് ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുപ്പുള്ള പ്രഭാതത്തിൽ കോട നിറഞ്ഞു നിൽക്കുന്ന കാട് കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഈ വഴിയിലൂടെ ഞങ്ങൾ പോകുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ്. വീണ്ടും ഒരു പക്മാക് ട്രെയിൽ ട്രക്കിങ്ങിനായി. നമ്മുടെ കഴിഞ്ഞ പക്മാക് ട്രെയിലിൽ പറമ്പിക്കുളത്തെക്കുറിച്ച് പറഞ്ഞതിനാൽ അതിലേക്ക് കടക്കാതെ ഞങ്ങൾ നേരിട്ട് ട്രക്കിങ്ങിലേക്ക് കടക്കുകയാണ്. പെരുവാരിപ്പള്ളം എർത്ത് ഡാമിൻ്റെ അടുത്തു നിന്നാണ് ഈ ട്രക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ ഇനി നേരെ കാട്ടിലേക്ക്. ട്രക്കിങ്ങിനോട് ഇഷ്ടമുള്ള ഞങ്ങളുടെ 2 ഫ്രണ്ട്സാണ് ഇന്നൊപ്പമുള്ളത്, ശരത്തും നിതിനും. പക്മാക് ട്രെയിലിന് വരുമ്പോൾ കാടിനെ ഇഷ്ടമുള്ളവരും നടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരുമായി വരാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് മോശമാവും. 12 കിലോമീറ്ററിലധികം നടക്കാനുണ്ട്. വെള്ളവും സ്നാക്സും എടുക്കുക. കാടിനിണങ്ങുന്ന വസ്ത്രം ധരിക്കുക. അധികം ഉച്ചത്തിലൊന്നും സംസാരിക്കാതെ നടക്കാൻ ശ്രമിക്കുക. നല്ല ആനിമൽ പ്രസൻസ് ഉള്ള കാടാണ്. നമ്മുടെ ഗൈഡ് പറയുന്നത് പോലെ ബിഹേവ് ചെയ്യുക. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ട്രക്കിങ്ങിന് ക്യാമറ അധികം എടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ ക്യാമറയും ട്രൈപോഡും എല്ലാം എടുത്താണ് ട്രക്കിംഗ്. ഇത് ഞങ്ങളുടെ 4ാമത്തെ ലോങ് വീഡിയോ ആണ്. ഞങ്ങൾ ട്രക്കിങ്ങിനാണ് മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഷൂട്ടിൽ അധികം കാടും നടത്തവും ഒക്കെ ആയിരിക്കും. ട്രക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഫീൽ നിങ്ങളിലേക്ക് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ 3 ട്രക്കിംഗ് ട്രെയിൽസ് ആണുള്ളത്. പക്മാക് ട്രെയിൽ, ബെയർപാത്ത് ട്രെയിൽ, പിന്നെ എലിഫന്റ് സോങ് ട്രെയിൽ. അതിൽ ബെയർപാത്ത് ട്രെയിലും എലിഫന്റ് സോങ് ട്രെയിലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ട്രെയിലാണ്. ആന അടുത്തുണ്ട്. താഴെ മുളങ്കൂട്ടത്തിൽ നിന്ന് സൗണ്ട് വരുന്നു. ഗൈഡ് ശ്രീനിദാസൻ ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നോക്കാൻ പോകുകയാണ്. ഇന്ന് രാവിലെ ട്രക്കിംഗ് തുടങ്ങിയതു മുതൽ ആനയുടെ പ്രസൻസ് നന്നായിട്ടുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരുന്നില്ല. ഉള്ളിൽ എവിടെയോ ഉണ്ട്. അങ്ങോട്ട് പോകുന്നത് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. ഇനി പറമ്പിക്കുളത്തെ വിവിധ തരം കാടുകളെ കുറിച്ച് പറയാം. ഗ്രാസ് ലാൻഡ്സ്, അതായത് പുൽമേടുകൾ. മോയിസ്റ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ്, എലപ്പൊഴിയും കാടുകൾ. എവർഗ്രീൻ ഫോറസ്റ്റ്, നിത്യഹരിത വനങ്ങൾ. ബാംബു ഫോറസ്റ്റ്, മുളങ്കാടുകൾ. അതിൽ ഇവിടെ ഈറ്റക്കാടുകളുമുണ്ട്. പ്ലാന്റേഷൻ ഫോറസ്റ്റ്, പറമ്പിക്കുളത്ത് അധികം ടീക്ക് പ്ലാന്റേഷൻ ഫോറസ്റ്റ് ആണുള്ളത്. തേക്കും കാടുകൾ.
മുന്നത്തെ വീഡിയോയിൽ ആനയെ കണ്ട അതേ സ്ഥലമാണിത്. ഒന്നിനെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ, വേറെ ഉണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പോകുന്നത്. സാധാരണ പക്മാക് ട്രെയിലിൽ പുഴയിലേക്ക് പോകുന്ന വഴിയാണിത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ആന നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നത്. ട്രെക്കിങ്ങിനിടയിൽ നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആനയുടെ ഫുട് പ്രിന്റ്സ് നിറയെയുണ്ട്. തൊട്ടടുത്തായി കടുവയുടെ പക്മാർക്സും. താഴെ മുളങ്കൂട്ടത്തിൽ ആനയുണ്ട്. ഗൈഡ് താഴേക്ക് നോക്കാൻ പോയപ്പോൾ ആന അപ്പുറത്തേക്ക് മാറി. പരമാവധി ശബ്ദം ഉണ്ടാക്കാതെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കരിയിലകൾ സമ്മതിക്കുന്നില്ല. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് ഗൈഡ് പറയുന്നത്. അവസാനം ഒരെണ്ണമെങ്കിലും ഫ്രെയിമിൽ വന്നു. ഇതേ ട്രെക്കിങ്ങിന് വന്ന വേറെ ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്. ഞങ്ങളെ എല്ലാം കണ്ടിട്ടാവണം അവൻ മാറിപ്പോയി. ഇനി കുറച്ച് ആനക്കാര്യം പറയാം. ഇതിനു മുന്നത്തെ പറമ്പിക്കുളം വീഡിയോയിൽ എലിഫൻസിന്റെ സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കിയാണിത്. തണുപ്പുള്ള സമയം ആനകളുടെ മദപ്പാടുകാലം കൂടിയാണ്. എല്ലാ ആനകൾക്കും ഒരുപോലെ അല്ലെങ്കിലും അധികം ആനകൾക്കും ഈ കാലത്തിലാണ് മദപ്പാട് കാണാറുള്ളത്. പ്രായത്തിനനുസരിച്ച് ആനകളുടെ മദപ്പാട് കാലത്തിൻ്റെ ഡ്യൂറേഷനിൽ മാറ്റമുണ്ടാകും. ഈ സമയത്ത് ആനകളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ സാധാരണയിൽ നിന്നും ഏകദേശം 60% കൂടുതലായിരിക്കും. മദപ്പാടിൽ ആന മെയ്റ്റ് ചെയ്യാനായി ഏതെങ്കിലും ഗ്രൂപ്പിനോടൊപ്പം ചേരും. വേറെയും പ്രായപൂർത്തിയായ കൊമ്പന്മാരുണ്ടെങ്കിൽ അവരോട് ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റ് ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ഏതെങ്കിലും ഒരു ആന പിന്തിരിഞ്ഞ് ഓടുന്നത് വരെയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് വരെയോ ആയിരിക്കും ഈ ഫൈറ്റ് തുടരുക. ചിലപ്പോൾ മെയ്റ്റിങ്ങിന് സമ്മതിക്കാത്ത പെണ്ണാനകളെയും കൂട്ടത്തിലെ കുട്ടിക്കൊമ്പന്മാരെയും കുത്തിക്കൊല്ലാറുണ്ട്. മദപ്പാട് സമയം ആനയുടെ ക്യാരക്ടർ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഇത്രത്തോളം ഇവിടെ പറയുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് വിഷ്വൽസിന് ആമുഖമായിട്ടാണ്. ആനയുടെ ഗംഭീര ഫൈറ്റ് നടക്കുന്നുണ്ട്. നല്ല സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ച് ദൂരെയാണ്, നല്ലോണം സൗണ്ട് കേൾക്കുന്നുണ്ട്.
ഇനി കാടിനുള്ളിലെ ഈ അലർച്ച ഒന്ന് കേട്ടു നോക്കൂ. അധികം പേരും ഇത് കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. ഇപ്പോൾ നിങ്ങൾ കേട്ട അലർച്ച രണ്ട് ആനകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഈ ആനക്കൂട്ടത്തിൽ നിന്നായിരിക്കും അലർച്ച വരുന്നതെന്നാണ്. പക്ഷെ ഇതിന്റെ തൊട്ടപ്പുറത്തു നിന്നായിരുന്നു അത് വന്നിരുന്നത്. രാവിലെ കാട്ടിലേക്ക് കയറിയ മുതൽ ഇടവിട്ട് ഈ അലർച്ച കേട്ടിരുന്നു. അലർച്ച കേട്ട ഭാഗത്തേക്ക് ഗൈഡ് നോക്കാൻ പോയിരിക്കുകയാണ്. ഞങ്ങൾ എത്തിയപ്പോൾ കണ്ടത് ഇതാണ്. മറ്റൊരു ആനയെ കുത്തിവീഴ്ത്തി അവൻ നിൽക്കുന്നു. അവന്റെ കൊലവിളിയായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കുറച്ച് ദൂരത്താണ്, എന്നാലും അവന് ഞങ്ങളുടെ പ്രസൻസ് മനസ്സിലായിട്ടുണ്ട്. ആന മദപ്പാടിലാണ്. മദം പൊട്ടി ഒഴുകുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. വീണ ആന ചെരിഞ്ഞു കാണുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ജീവനുണ്ട്. അവന്റെ കലിപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല. വീണെടുത്തിട്ട് വീണ്ടും കുത്തുകയാണ്.
അവൻ തിരിഞ്ഞതും എൻ്റെ വയറൊന്നാളി. ഞങ്ങളെല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. മദം പൊട്ടിയ കൊമ്പൻ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നു. അവന് ഞങ്ങളെ കാണാൻ പറ്റില്ല, പക്ഷെ ക്യാമറയുടെ ഷട്ടർ അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടാകും. ആന ഇളകുമ്പോൾ അവൻ വീണ്ടും കലിപ്പാവുകയാണ്. കൊമ്പ് കുത്തി താഴ്ത്തുന്നു. ഇതെല്ലാം കാണുമ്പോൾ വീണു കിടക്കുന്ന ആനയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതാണ് പ്രകൃതിയിലെ നിയമം. വീണു കിടക്കുന്നത് കൊമ്പനാണോ പിടിയാണോ എന്ന് അറിയില്ല. ഗൈഡ് വീണു കിടക്കുന്ന ആന ഏതാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. ട്രെക്കിങ്ങിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് അവർക്ക്. അതിനെ നോക്കാനായി അങ്ങോട്ട് പോയപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ. ആനയുടെ അടുത്തേക്ക് പോകുന്നത് റിസ്ക് ആയതിനാൽ ഞങ്ങളോട് ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ സേഫായിരുന്നു. ഏതെങ്കിലും ഒരു പിടിയാനയായി മെയ്റ്റ് ചെയ്യാനായിരിക്കണം ഈ കൊമ്പന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫൈറ്റിൽ രണ്ടാനകളും ചെരിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. വീണ് കിടക്കുന്നത് നല്ല ഒത്ത കൊമ്പനാണ്. പ്രായവും അധികമായിട്ടില്ല. ചില്ലിക്കൊമ്പൻ എന്നാണ് ഇവന്റെ പേരെന്ന് ഗൈഡ് പറഞ്ഞു. പറമ്പിക്കുളത്ത് ചില്ലിക്കൊമ്പൻ. അവൻ പുഴയിൽ നിന്ന് കയറി പോകുകയാണ്. ഇനി ഒരിക്കലും എണീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവൻ പോകുന്നത്. തുമ്പിക്കൈ മരത്തിൽ പിടിച്ചും കാല് മരത്തിൽ ചവിട്ടിയൊക്കെ ആന എണീക്കാനും സൈഡിലേക്ക് തിരിയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല.
ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്. വല്ലാത്തൊരു ഭാരം. അവന്റെ കടപ്പ് കണ്ണിൽ നിന്നും മായുന്നില്ല. ഇതാണ് കാടെന്നും കാടിന്റെ വന്യതയെന്നും പറഞ്ഞ് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. കരടിയായിരുന്നു. നിതിനും ഗൈഡും കണ്ടു. ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറിപ്പോയി. സമയം കഴിഞ്ഞതിനാൽ ഞങ്ങൾ അധികം നേരം നിന്നില്ല. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങൾ ഇന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ആനകളുടെ പ്രസൻസ് നന്നായി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഗൈഡ് ശ്രീനിവാസൻ ഞങ്ങളുടെ സേഫ്റ്റി നോക്കിയാണ് ആനിമൽസ് ഉണ്ടെങ്കിൽ തന്നെയും വീഡിയോ എടുക്കാവുന്ന ദൂരത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാറുള്ളത്. അവർക്ക് ആനിമൽസിനെ പറ്റി നമ്മളെക്കാൾ അറിവുണ്ടാകും. എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അലേർട്ടായി നമ്മളോട് അവിടെ നിന്ന് മാറാൻ പറയും. അതുകൊണ്ട് അവർ പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഈ ട്രക്കിങ്ങിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. കാരണം പറയാൻ എളുപ്പമാണ്, പക്ഷെ അനുഭവിച്ചത് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടും. പെരുവാരിപ്പള്ളം എർത്ത് ഡാമിൽ ഞങ്ങളുടെ ട്രക്കിംഗ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കറന്റ് അപ്ഡേറ്റ്സിനായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.